ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്നതാണ് ഇപ്പോൾ ഒരു റെലവൻ്റായ ഒരു ടോപ്പിക്. അതൊരു ഡിബേറ്റായി ഒരു വിവാദമായി കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു കോൺസെപ്റ്റ്. ഇത് കേരളം മുഴുവനും വ്യാപിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ തന്നെ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ജിം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊരു മുസ്ലിമിന് മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത് നമുക്ക് ഏറ്റവും ജെൻസ് ലേഡീസിന് സെപ്പറേറ്റ് സംവിധാനം, അതേപോലെ തന്നെ ഡ്രസ് കോഡ്, നീറ്റായ ഡ്രസ് കോഡ് ധരിക്കണമെന്നതാണ്. ഇത്തരത്തിലുള്ളതാണ് ഇസ്ലാമിക് ജിമ്മിൻ്റെ ഫീച്ചേഴ്സുകളായിട്ട് പറയുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ് വേണ്ടത്? ആണും പെണ്ണും ഒന്നിച്ച് ചെയ്യണമെന്നതാണോ? അതാണോ പ്രശ്നം? ഇവർ പ്രശ്നവൽക്കരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഇസ്ലാമിക് ഫ്രണ്ട്ലി എന്ന ഇസ്ലാമിൻ്റെ പേര് വെച്ചതായിരിക്കാം പ്രശ്നം. അതിന് മറ്റുള്ള മതങ്ങളെയോ എല്ലാ കാര്യങ്ങളുടെ പേര് വെച്ച് എത്ര സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഈ അനാവശ്യമായ വിവാദത്തിലൂടെ ഈ ഒരു കോൺസെപ്റ്റ് കേരളം മൊത്തം വ്യാപിച്ചു എന്ന ഒരു നല്ല കാര്യം കൂടി ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ബിസിനസ് ഓണർക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അയാൾക്ക് ഫ്രീഡം ഇല്ലേ? എൻ്റെ ജിം ഈ രീതിയിലാണ് എന്നത് നല്ലൊരു ബിസിനസ് മോഡലാണ്. അത് എല്ലാ വിഭാഗങ്ങൾക്കും ഉപകാരമാണ്, എല്ലാവർക്കും അനുയോജ്യമാണ്. ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ തുറന്നു വന്നാൽ അത് ഈ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം കൂടിയാണ്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു അസുഖങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ പരമാവധി ഫിറ്റ്നസ്സുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത് പള്ളിയിലും അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ചർച്ചുകളിലോ എവിടെയാണ് നടന്നാലും ഏത് രീതിയിലാണെങ്കിലും അത് ആ ഫിറ്റ്നസ് കൊണ്ട് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ്.